നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ റൺവേ വെട്ടിച്ചുരുക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അന്ത്യശാസനം നിലനിൽക്കെ ഭൂമി ഏറ്റെടുക്കലിന് പുതിയ നഷ്ടപരിഹാര പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് പ്രവാസി മലയാളികൾക്ക് പ്രതീക്ഷയേകുന്നു. നിലവിൽ വലിയ വിമാനങ്ങൾക്ക് അനുമതിയില്ലാത്ത കരിപ്പൂരിൽ റൺവേ കൂടി വെട്ടിച്ചുരുക്കിയാൽ കരിപ്പൂരിനെ പ്രവാസികൾ മറക്കേണ്ടി വരുമെന്ന വലിയ ആശങ്ക ഉയർന്നിരുന്നു. ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് ന്യായവില അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് പുറമെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനം. ഇതിന് സർക്കാർ അംഗീകാരമായി. 64 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നിലവിലെ മാനദണ്ഡപ്രകാരമുള്ള 4.6 ലക്ഷം രൂപയുടെ കൂടെ 5.4 ലക്ഷം കൂടി അധികമായി നൽകി 10 ലക്ഷം രൂപയുടെ പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. വിമാനത്താവളത്തിൻ്റെ ഇരുവശത്തു നിന്നുമായി 14.5 ഏക്കർ ഭൂമിയാണ് വികസനത്തിനായി ഏറ്റെടുക്കുക. കൊണ്ടോട്ടി താലൂക്കിലെ പള്ളിക്കൽ, നെടിയിരിപ്പ് വില്ലേജുകളിൽപ്പെട്ട സ്ഥലമാണിത്. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചത്. മാത്രമല്ല, സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ റൺവേ നീളം കുറയ്ക്കുന്നത് സംബന്ധിച്ച് വിമാനത്താവള ഡയറക്ടറോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അഭിപ്രായം തേടിയിരുന്നു. ഇതോടെയാണ് വീണ്ടും നടപടികൾ വേഗത്തിലാക്കിയത്. റൺവേ വെട്ടിച്ചുരുക്കുന്ന നിർദ്ദേശം വിമാനത്താവളത്തിൻ്റെ വികസനത്തെ മാത്രമല്ല, ദൈനംദിന പ്രവർത്തനത്തെയും ബാധിക്കും. 2020 കരിപ്പൂരിലെ വിമാന അപകടത്തെ തുടർന്നാണ് റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ വികസനത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ കേന്ദ്രം ആവശ്യപ്പെട്ടത്. ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ റൺവേ വെട്ടിച്ചുരുക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം പിന്നീട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകി. വലിയ വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നത് നിർത്തിയത് കരിപ്പൂരിന് വലിയ ക്ഷീണമാവുകയും ചെയ്തിരുന്നു. 3 വർഷത്തോളമായി കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നില്ല. കോഡ് സി വരെയുള്ള വിമാനങ്ങൾക്കാണ് നിലവിൽ സർവീസ് നടത്താൻ അനുമതി. ഇത്തരം വിമാനങ്ങൾക്ക് 5 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാനുള്ള ഇന്ധന സംഭരണ ശേഷിയില്ല. 145 യാത്രക്കാരെ കയറ്റാവുന്ന വിമാനങ്ങളാണ് കരിപ്പൂരിൽ ഇത്തവണ ഹജ്ജ് സർവീസിന് ഉപയോഗിച്ചത്. റൺവേ റീകാർപ്പറ്റിങ്ങിൻ്റെ പേരിൽ മുമ്പ് 2015 വലിയ വിമാനങ്ങൾക്ക് ഇവിടെ അനുമതി നിഷേധിച്ചിരുന്നു. ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ കച്ചവട ബൂത്തുകൾക്കും ഭക്ഷണ വണ്ടികൾക്കും രജിസ്ട്രേഷൻ നൽകുന്ന ജംബോ ജെറ്റുകൾക്ക് അനുമതി നൽകിയില്ലെങ്കിലും പ്രവർത്തന ലാഭത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് വിമാനത്താവളം കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്ത് 3ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ലോക്സഭയിൽ SR പാർത്ഥിബൻ MPയുടെ ചോദ്യത്തിന് വ്യോമയാന സഹമന്ത്രി VK സിംഗ് ആണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം, കണ്ണൂർ വിമാനത്താവളങ്ങൾ നഷ്ടം രേഖപ്പെടുത്തിയപ്പോഴാണ് കരിപ്പൂരിൻ്റെ നേട്ടം 95.38 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ലാഭം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളം 267.17 കോടി രൂപ ലാഭം നേടുകയുണ്ടായി.